ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല നാടൻ കൂന്തൽ റോസ്റ്റാണ്. ലഞ്ച് ടൈമിലൊക്കെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിന്ന് മൺചട്ടിയിലാണ് കേട്ടോ പാചകം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചട്ടി നന്നായി ചൂടായതിന് ശേഷം ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് എണ്ണയിൽ സോട്ട് ചെയ്തിട്ടെടുക്കണം, അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ. അപ്പോൾ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു 4 സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കിലോ കൂന്തലിൻ്റെ അളവിലാണ് സവാളയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള ചേർത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളെടുക്കുന്ന കൂന്തലിൻ്റെ അളവിനനുസരിച്ച് സവാളയൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇനി നമുക്ക് ഈ സവാളയൊക്കെ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ സവാള ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് ഇതിലെ ഏറ്റവും മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി വേണമെങ്കിൽ 1/2 ടീസ്പൂണ്, അതുപോലെ എരിവുള്ള ചില്ലി പൗഡർ 1/2 ടീസ്പൂണ് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഇത്രയും ചേർത്തിട്ട് നമുക്ക് മസാലയുടെ റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് മതിയാവും. അത്രയും നേരം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയുടെ പേസ്റ്റാണ്. നമ്മളിതിൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ അത്യാവശ്യം പുളിയുള്ളതായിരിക്കും നല്ലത്. അതല്ല നിങ്ങൾക്ക് ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കുന്ന ടൈപ്പ് കറിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുളിവെള്ളം ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യാം. പകരം ലാസ്റ്റ് കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചാൽ മതി. അപ്പോൾ തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് ആക്കാതെ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ചേർക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെച്ചിട്ട് അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ മസാല ഇപ്പോൾ ഇവിടെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ നമ്മുടെ കൂന്തൽ കുക്കാവാൻ വേണം. നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഗ്രേവിക്കും കൂടെ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ സമയത്ത് കുറച്ച് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ മതിയാവും. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള കൂന്തലിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം 1 കിലോ അളവാണ് എടുത്തിട്ടുള്ളത്. കറിക്ക് ആവശ്യത്തിനായിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കൂന്തലൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നന്നായിട്ട്. അപ്പോൾ നമ്മുടെ കൂന്തളും മസാലയും എല്ലാം കൂടെ നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാൻ കുറച്ച് നേരം കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂന്തലൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി കറിയിൽ ആവശ്യത്തിന് ഗ്രേവി ഉണ്ട്. ഞാൻ ഒന്നും കൂടെ തിക്കാക്കി എടുക്കാൻ പോവുകയാണ്. അതല്ല ഇങ്ങനെ കഴിക്കണം എന്നുള്ളവർക്ക് ഈ സമയത്തും സെർവ് ചെയ്ത് കഴിക്കാം. ഞാൻ ഒന്നും കൂടെ ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാനാണ് പോകുന്നത്. കണ്ടില്ലേ, നമ്മുടെ ഗ്രേവി ഒന്നും കൂടെ കുറുകി തിക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഈ സമയത്ത് ഇനി നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ റോസ്റ്റ് നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.